പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് IT സ്കൂൾ ഉബുണ്ടു 18.0 വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓഫീസ് പാക്കേജിലെ ലിബ്രെ ഓഫീസ് റൈറ്റർ. അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, എന്നാലും നമുക്ക് നിസ്സാരമായ രീതിയിൽ, അല്ലാതെ ജിംബ് സോഫ്റ്റ്വെയർ വഴിയും ഷട്ടർ വഴിയൊക്കെ നമുക്ക് ചെയ്യാമെങ്കിലും തുടക്കമെന്നുള്ള രൂപത്തിൽ നമുക്ക് കുറേയും കൂടി ഫ്രീഡത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. ലിബ്രെ ഓഫീസ് റൈറ്ററിനകത്ത് നമുക്ക് മറ്റ് ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊണ്ടുവെക്കാം. ഇതിനനുസരിച്ചുള്ള ഫോണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു ചിത്രം, നമുക്ക് നമ്മുടെ പോസ്റ്ററിന് വേണ്ടിയിട്ടൊരു ചിത്രം വേണമെങ്കിൽ ഇവിടെ മുകളിലെ മെനുവിൽ ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന മെനു ഉണ്ട്. ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ ചിത്രം കിടക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ ചിത്രമാണ് എനിക്ക് വേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ചിത്രം അവിടെ വന്നു. ആ ചിത്രം ഫുൾ സ്ക്രീനിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയും കൂടി വലുതാക്കുക. നമുക്ക് എപ്പോഴാണെങ്കിലും ചെറുതാക്കി വലുതാക്കി ചെയ്യാം. ഒരു പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു A4 സൈസിൻ്റെ പേജിൻ്റെ വലിപ്പത്തിലേക്കൊന്നും ആവശ്യമില്ല. ഇത്രയും ഞാൻ ചെയ്തു. ആ ചിത്രം അവിടെ വന്നു. ഇനി എനിക്ക് പോസ്റ്ററിൻ്റെ ടൈപ്പിംഗ് ഇതിനകത്താണ് ചെയ്യേണ്ടത്. അകത്താണ് ചെയ്യേണ്ടതെങ്കിൽ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഇൻസേർട്ട് ഇമേജിൻ്റെ തൊട്ടടുത്ത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ആ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് എവിടെയാണോ നമുക്ക് ടൈപ്പിംഗ് വേണ്ടത് അവിടെ കൊണ്ടുവച്ച് ഇതുപോലൊരു ബോക്സ് വരച്ചാൽ അവിടെ സെലക്ട് ആയിട്ട് വരും. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യണം. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള മാറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുക്കുന്നത്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ വേണമെങ്കിൽ ഇവിടെ നമുക്കറിയാം. നമ്മൾ ഫോണ്ട് മലയാളമാക്കി മാറ്റി കൊടുക്കണം. ഞാനിവിടെ അഡോപ്റ്റ് തിരുവനന്തപുരം കൊടുത്തു. ഇനി അതിന് നമുക്ക് കളറും മറ്റുള്ള സംവിധാനങ്ങളും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാം. ഇപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടത് സൈഡിൽ പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒരു 4-5 മെനു വന്നതിൽ ഏറ്റവും മുകളിലുള്ള മെനുവിലായിരിക്കും പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. ആ പ്രോപ്പർട്ടീസ് ഇത് ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ആ മുകളിലെ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് വരും. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഫോണ്ട് കൈകാര്യം ചെയ്യാം. ഏത് ഫോണ്ട് വേണോ ആ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അത് ഇംഗ്ലീഷ് ഫോണ്ട് വേണമെങ്കിൽ അങ്ങനെ, മലയാളം ഫോണ്ട് വേണമെങ്കിൽ അങ്ങനെ, നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഫോണ്ടുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ദ്യുതി മലയാളത്തിൻ്റെ ഒരു ഫോണ്ടാണ് ഇംഗ്ലീഷിന് വേണ്ടി സെലക്ട് ചെയ്തത്. അതിൻ്റെ സൈസ് ഞാൻ കുറേ കൂടെ കൂട്ടിക്കൊടുത്തു. ഒരു വരിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഇത്രയും കൂടി ഒന്നും ഇങ്ങോട്ട് വലിച്ചു വെക്കുമ്പോഴത്തേക്ക് ഇത് ഒറ്റ വരിയിൽ തന്നെ നിൽക്കത്തക്ക രൂപത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും എനിക്ക് അതിൻ്റെ കളറ് മാറ്റണം. ഇവിടെ തന്നെ നമുക്ക് കളർ മാറ്റി കൊടുക്കാനുള്ള മെനു ഉണ്ട്. അതിനെ ബോൾഡാക്കി കൊടുക്കാം. ഇറ്റാലിക്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും നമുക്കിവിടെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതിന് മറ്റ് പല മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കതൊന്ന് തിരിക്കണം. ഇപ്പം അഡോപ്റ്റ് നേരെയല്ല, ചരിഞ്ഞാണ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ വിൻഡോ ഇവിടെ മാറി. അതിനെ താഴോട്ട് വലിക്കുമ്പോൾ ഇവിടെ റൊട്ടേഷൻ ഉണ്ട്. ഈ റൊട്ടേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അത് തിരിഞ്ഞു മാറി. ഇപ്പം എനിക്കിവിടെ ചരിച്ച് സൈഡിലാണത് വെക്കേണ്ടതെങ്കിൽ എനിക്കിങ്ങനെ ചരിച്ച് വെക്കാം. ഏത് ആംഗിൾ വേണമെങ്കിൽ ആംഗിൾ വെക്കാം. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏതിനെയും, കാരണം എല്ലാം ഇപ്പോൾ ഒരേ ലെവലിൽ തന്നെ നേരെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചരിച്ച് വെക്കാനും എല്ലാം ഇവിടെ സംവിധാനങ്ങളുണ്ട്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് വ്യത്യാസം വരുത്താം. ഇവിടെ ഇത് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വ്യത്യാസം വരും. കളർ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം. അതിൻ്റെ ചുറ്റുമുള്ള ലൈൻ
കട്ടി കൂട്ടണമെങ്കിൽ കട്ടി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മെനു ഉണ്ട്. ഇനിയും ഇതിന് നമുക്ക് ഈ വേർഡ്സിന് ചില മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ താഴോട്ട് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ക്യാരക്ടർ എന്നൊരു മെനു കിട്ടും. സെലക്ട് ചെയ്തതിന് തൊട്ട് താഴെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്യാരക്ടർ എടുക്കുന്നു. ക്യാരക്ടറിനകത്ത് ഇവിടെ ഫോണ്ട് ഉണ്ട്. ഫോണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാം, അല്ല ഫോണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഫോണ്ട് മാറ്റേണ്ട. ഫോണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഫോണ്ട് ഇഫക്റ്റിനകത്ത് ഷാഡോ ഉണ്ട്. ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് മാറ്റം നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊരു ഷാഡോ വന്നു. ഷാഡോ കൂടാതെ ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ കാണാം. ഔട്ട്ലൈൻ ഇല്ലെങ്കിൽ അത് റെഡിൽ കാണുന്നു. ഔട്ട്ലൈൻ ആകുമ്പോൾ ആ റെഡ് ബോർഡറിലേക്ക് മാത്രം പോയിക്കൊണ്ട് ഈ രൂപത്തിലേക്കുള്ള എഴുത്ത് വരും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഇനി ഫോണിൻ്റെ കളറുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഈ ഓരോന്നിലും വ്യത്യാസം വരും. പിന്നെ ഫോണ്ട് ഇഫക്റ്റ് നമുക്ക് മാറ്റാം. അതിന് ഓവർലൈനിങ്ങോ സിംഗിൾ ഡബിൾ ബോൾഡ് കൊടുക്കാൻ നമുക്ക് ഈ എഫക്റ്റുകൾ കൊടുക്കാം. ക്യാപിറ്റൽ മുഴുവൻ ക്യാപിറ്റൽ ആക്കണമെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കാം. നമ്മളിപ്പം ക്യാപിറ്റൽ ആക്കിയതുകൊണ്ട് അതിന് കുഴപ്പമില്ല. റിലീഫ് എംബോസ് ചെയ്യണമെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കാൻ പറ്റും. അണ്ടർലൈനിങ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ബോൾഡ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക്, അതുപോലെ അതിൻ്റെ പൊസിഷന് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആകുമ്പോൾ മുകളിലേക്ക് തള്ളി വരും, സബ്സ്ക്രിപ്റ്റ് ആകുമ്പോൾ താഴേക്ക് വരും, നോർമലിൽ കൊടുക്കാം. സ്പേസിങ്ങിനകത്തുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കാം. അപ്പം ഞാൻ അതിനകത്ത് ഫോണ്ട് ഇഫക്റ്റിൽ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ കൊടുത്താൽ ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അതിന് ഇനി നമുക്ക് വേണമെങ്കിൽ വലുതാക്കണമെങ്കിലൊക്കെ നമുക്ക് വലുതാക്കി, ചരിച്ചു വെക്കണമെങ്കിലൊക്കെ ചരിച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്തത് വേണ്ടത് അഡോപ്റ്റ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പം ജില്ലാ കോൺഗ്രസ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് പല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോണ്ട് വർക്കിൽ നമുക്ക് എടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫോണ്ട് വർക്കിൽ മലയാളം കിട്ടില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. ഫോണ്ട് വർക്കിൽ ഈ കാണുന്ന ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണ്. അതേ രൂപത്തിൽ നമ്മളെ ടൈപ്പിംഗ് ഇവിടെ കാണിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫോണ്ട് വർക്കിലെ ഈ ഒരു ഫോണ്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പം ഡേറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നവംബർ 28. അത് ഏത് ഫോണ്ടാണെന്ന് ഇവിടെ നമുക്ക് കൊടുക്കാം. സൈസ് കൊടുക്കാം, കളർ നമുക്ക് കൊടുക്കാം. എന്നിട്ട് മാറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വളഞ്ഞ രീതിയിൽ നവംബർ 28 എന്നുള്ള ഡേറ്റ് അവിടെ വരും. അതിനെ നമുക്ക് ചെറുതാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ചരിച്ചോ മറിച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കളറുകൾ നമുക്ക് മാറ്റാം. അതിൻ്റെ ലൈനിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗ്രേഡിയൻ്റോ ഒക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. ഇനി അതിനെ എടുത്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് കാണുന്നൊരിടത്ത് കൊണ്ടുവച്ച്, അപ്പോൾ ഇതിപ്പം കാണാത്തത് നമ്മൾ നേരത്തെയുള്ള ചിത്രം അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ബ്രിങ് ടു ബാക്ക് കൊടുക്കണം. ബാക്ക് കൊടുക്കുമ്പോൾ അടിയിലുള്ള സാധനം മുകളിലേക്ക് കയറി വരും.
അപ്പോൾ ഡേറ്റ് കൊടുത്ത് ഇനി നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇനി വെന്യൂ എവിടെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഡയറ്റ് എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ ഫോണ്ട് വർക്കിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ മെനു സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ബോക്സ് എടുക്കുന്നത്. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയറ്റ് ആറ്റിങ്ങൽ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്തു, അതിൻ്റെയും ഫോണ്ട് മാറ്റി കൊടുത്തു, സൈസ് മാറ്റുന്നു, ബോൾഡ് ആക്കുന്നു, കളർ മാറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ അതിന് വേണമെങ്കിൽ നമുക്ക് ക്യാരക്ടർ എടുത്തുകൊണ്ട് അവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ആ മാറ്റങ്ങൾ നമുക്കിവിടെ കാണുകയും ചെയ്യാം. ഒരു ഫോണ്ട് എഫക്റ്റ് ആണെങ്കിൽ നേരത്തെ കൊടുത്ത പോലെ ഷാഡോയും ഔട്ട്ലൈനും കൊടുത്ത് നമുക്ക് നിർത്താം. അതിന് എവിടെ വേണമെങ്കിലും നമുക്കെടുത്ത് പ്ലേസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ചെയ്യാം. അതിലൊരു ഉദാഹരണം, നമുക്ക് ഇവിടുന്ന് ഒരു സ്ക്വയർ സെലക്ട് ചെയ്ത് ആ സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പിക്ചർ ഇതിന് മുകളിൽ വരണമെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്. ഫ്രണ്ടിലല്ല ബാക്കിലേക്ക് വരണം. വന്നു നമുക്കതിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഉണ്ടായതുകൊണ്ട് നമുക്കത് ലെവൽ ചെയ്യാം. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് മാറ്റാം. അന്നേരം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ബോർഡർ വന്നു. അതിൻ്റെ ബോർഡർ നമുക്ക് കളർ കൊടുക്കാം. ലൈനിന് വേണമെങ്കിൽ നമുക്ക് കട്ടി കൂട്ടാം. ഏത് രൂപത്തിൽ അതിനെ ചരിച്ച് വെക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചരിച്ച് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഏത് രൂപത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്യാം. ഈ ബോർഡറിന് പകരം വേണമെങ്കിൽ നമുക്കൊരു പിക്ചർ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരാം. ഇനി ഇവിടെ നമ്മളെ കോഴ്സിൻ്റെ പേര് തന്നെ വേണമെങ്കിൽ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. താഴെയോ അല്ലെങ്കിൽ മുകളിലോ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് നടത്താം. ഇനി നമ്മുടെ ഈ നടക്കാൻ പോകുന്ന പ്രോഗ്രാം നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ലൈവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ അതിൻ്റെ ലൈവിൻ്റെയും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന മെനു ആണ് ഉപയോഗിക്കുക. ഈ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അത് ആഡ് ചെയ്ത് അവിടെ നമുക്കിപ്പം ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലൈവിൻ്റെ ആ ഏത് പേജിലാണോ ഫേസ്ബുക്ക് കൊടുക്കുന്നത് ആ പേജിൻ്റെ ലിങ്ക് നമ്മൾ ആദ്യമേ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആ ഫേസ്ബുക്ക് പേജിലേക്ക് കയറുകയും ലൈവ് കാണുകയും ചെയ്യാം. അല്ല ഇനി ഒരു ഗൂഗിൾ മീറ്റ് വഴിയാണെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇപ്പോഴേ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ആ ഗൂഗിൾ മീറ്റ് ലിങ്ക് നമുക്ക് ഹൈപ്പർ ലിങ്ക് വഴി കൊടുത്താൽ ഈ പോസ്റ്റിനകത്ത് ടച്ച് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് അതിലേക്ക് കയറാനുള്ള ഒരു രീതി കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വർക്കാണെങ്കിലും നമുക്ക് യൂട്യൂബിലിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്ക്, ആ വർക്ക് നമുക്ക് ഇതേപോലെ ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊണ്ടുവരും. നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആ രൂപത്തിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇപ്പം 1ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ 10 പാഠം നമുക്ക് വേണമെങ്കിൽ 10 ക്ലാസ്സും ഇതുപോലെ ഡേറ്റ് കാണിച്ചുകൊണ്ട് ഹൈപ്പർ ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ യൂട്യൂബ് ലിങ്കിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഏതാണോ ഇവിടെയാണ് നമ്മൾ ആ URL ഏത് സൈറ്റാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ID അവിടെ കൊടുക്കുക. നമുക്ക് ഇപ്പം എന്ത് വേണമെങ്കിലും യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ലിങ്ക് അവിടെ കൊടുക്കാം. അതിന് എന്ത് പേര് വേണോ നമുക്ക് ടെക്സ്റ്റിൽ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് നമുക്കവിടെ വരും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലി മലയാളം ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്. അടിസ്ഥാന പാഠാവലി
ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ഇനി std5 മലയാളം എന്ന് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ, ഞാൻ ഇവിടെയാണ് കഴ്സർ വെച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത്, എനിക്ക് അതവിടെ നിന്ന് അങ്ങ് മാറ്റി ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് കഴ്സർ ക്ലിക്ക് ചെയ്യുന്നു. കഴ്സർ അവിടെ ശ്രദ്ധിക്കാതിരുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ കഴ്സർ കൊണ്ടുവന്ന് ഞാൻ അതിനകത്ത് ഹൈപ്പർ ലിങ്ക് എടുത്തു, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തു, std5 മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് ഏത് ലിങ്കും കൊടുക്കാം. ഞാൻ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ പേരവിടെ വന്നു. അതിനെ സൈസ് കുറേ വലുതാക്കി, ഫോണ്ടെല്ലാം നമ്മൾ മാറ്റി, അതിനാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ചേഞ്ചസ് എല്ലാം വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഇനി ഇതിനെ വേണമെങ്കിൽ ഒരു ബോക്സിനകത്താക്കണമെങ്കിൽ നമുക്ക് ബോക്സിനകത്താക്കാം. ആ ലിങ്കിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ കൺട്രോൾ ഞെക്കിക്കൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് തന്നെ കണ്ടോ അടുത്ത സൈറ്റിലേക്ക് അത് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടക്കുന്ന പരിപാടിയുടെ ഫേസ്ബുക്ക് ലൈവ് ആണെങ്കിലോ ഗൂഗിൾ മീറ്റ് ആണെങ്കിലോ യൂട്യൂബ് ലൈവ് എന്താണെങ്കിലും നമുക്ക് ഇതേപോലെ അവിടെ കൊടുക്കാൻ പറ്റും. അതാണ് ഹൈപ്പർ ലിങ്കിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സൗകര്യമുള്ള ഒരു കാര്യമാണ്. അത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ ലിങ്കായിട്ട് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇവിടെ തൊടുക എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എംബ്ലം എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നമുക്ക് ഹൈപ്പർ ലിങ്ക് അവിടെയും കൊടുക്കാൻ പറ്റും. ഈ ചിത്രം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ ലിങ്കാക്കി മാറ്റാം. ഇത് മുഴുവനും കൂടി സെലക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ചിത്രത്തിൽ എവിടെ തൊട്ടാലും 5ാം ക്ലാസ്സിലെ മലയാളം കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെ തൊട്ടാലും 5ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ഇതിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഡേറ്റും ഈ സ്ഥലമൊക്കെ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിലേക്ക്, ഇപ്പം ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 12 പോയിൻ്റ് സ്റ്റാറുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 പോയിൻ്റ് സ്റ്റാർ വരും. അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ എഴുത്തുകൾ വേണമെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് മാറ്റാം. ഡേറ്റ് നമ്മൾ എഴുതിയതിനെ ആ കളറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റാർ മാത്രമല്ല പല രൂപങ്ങൾ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കോൾ ഔട്ടിൻ്റെ രൂപങ്ങളുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ രൂപത്തിലാക്കുമ്പോൾ നമുക്ക് ചിത്രങ്ങളൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാനും ചെയ്യാനും പറ്റും. ഫ്ലോ ചാർട്ടിൻ്റെ വിവിധ രൂപത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് അത് ചെയ്യാനും റെഡിയാക്കാൻ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് LibreOffice റൈറ്റർ നമുക്ക് വളരെ നിസ്സാരമായി ഒരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് സാധ്യതകൾ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്കിത് PDF ആക്കണമെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ആക്കി സേവ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ JPG ആക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സെലക്ട് ഗ്രാബ് ഏരിയ കൊടുക്കുക. നമ്മളതിനെ ഗ്രാബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക്
സ്ക്രീൻഷോട്ടായിട്ട് സേവ് ചെയ്യാം. ഇതിനെ പിന്നെ വേണമെങ്കിൽ നമുക്ക് JPG ആയിട്ട് മാറ്റാം. അതല്ല PDF ആയിട്ട് ഈ പേജിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുക. ഇവിടെ പേര് കൊടുക്കുക. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. പിന്നെ ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ അഡോപ്റ്റ് PDF എന്നുള്ള രൂപത്തിൽ വന്ന് കിടക്കുന്നു. എനിക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ അവിടെ കിട്ടും. ഇവിടെ ഇതാ ഈ സ്റ്റാൻഡേർഡ് 5 മലയാളത്തിൽ ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ആ യൂട്യൂബ് ലിങ്കിലേക്ക് കയറി പോകുന്നു. അതാണ് ഹൈപ്പർ ലിങ്കിൻ്റെ പ്രത്യേകത. നമുക്ക് ഏതും ഇതുപോലെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് പഠനത്തിന് നമുക്ക് ഒരുപാട് സഹായകമാകുന്ന ഹൈടെക്കിന് സഹായിക്കുന്ന ഒരു കാര്യമാണിത്. യൂട്യൂബ് ലിങ്കുകളൊക്കെ നമുക്ക് ഒരുപാട് പഠനത്തിന് സഹായകമാകുന്ന വീഡിയോസൊക്കെ ഓരോ ക്ലാസ്സിനും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിതുപോലെ PDF ആക്കി ക്ലാസ്സിൻ്റെ പേരും എഴുതി സെറ്റ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ യൂട്യൂബ് ലിങ്കിലേക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.